നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 18-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ബുധനാഴ്ച ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സൊമാലിയൻ തീരം, തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഇന്ത്യയിലെ മൊബൈൽ റീചാർജ് നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ട്രായ് ഒരുങ്ങുകയാണ്. എല്ലാ വാലിഡിറ്റി കാലയളവുകളിലും വോയിസ് കോളുകൾക്ക് മാത്രമായുള്ള പ്രത്യേക പാക്കുകൾ നിർബന്ധമാക്കാനാണ് ട്രായുടെ പുതിയ നിർദ്ദേശം. ദിവസവും മൊബൈൽ ഡാറ്റ ആവശ്യമില്ലാത്ത ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. എന്നാൽ ഇത്തരം കുറഞ്ഞ നിരക്കുള്ള പ്ലാനുകൾ വരുന്നത് തങ്ങളുടെ ലാഭത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ. ഈ മാറ്റം നടപ്പിലായാൽ രാജ്യത്ത് കോടിക്കണക്കിന് ഉപഭോക്താക്കളുടെ പ്രതിമാസ ഫോൺ ബില്ലിൽ വലിയ കുറവുണ്ടാകും. റിലയൻസ്, ജിയോ, എയർടെൽ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ട്രായുടെ ഈ നിർദ്ദേശത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇത്തരം പാക്കുകൾ അവതരിപ്പിക്കുന്നത് സാങ്കേതികമായ വലിയ സങ്കീർണതകൾ ഉണ്ടാക്കുമെന്നാണ് ഇവരുടെ വാദം. നിലവിൽ ഓരോ ഉപഭോക്താവിൽ നിന്നുമുള്ള ശരാശരി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഡാറ്റയും കോളും ചേർത്തുള്ള കോംബോ പാക്കുകളാണ് കമ്പനികൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ വോയിസ് ഓൺലി പ്ലാനുകൾ നിർബന്ധമാക്കുന്നത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് കമ്പനികൾ ഭയക്കുന്നു. നിലവിലെ കോംബോ പാക്കുകൾ ഉപഭോക്താക്കൾക്ക് മികച്ച മൂല്യം നൽകുന്നുണ്ടെന്നും ഡിജിറ്റൽ ഉപഭോക്താക്കൾക്ക് റീചാർജ് നടപടികൾ ഇത് ലളിതമാക്കുന്നുണ്ടെന്നുമാണ് കമ്പനികളുടെ വാദം. കേരളം, ഡൽഹി തുടങ്ങിയ സർക്കിളുകളിലെ ഉപഭോക്താക്കൾ നിലവിൽ വലിയ റീചാർജ് നിരക്കുകളാണ് നൽകുന്നത്. ഒരു സാധാരണ കോംബോ പാക്കിന് മാസം 200 രൂപയിലധികം ചെലവ് വരുന്നുണ്ട്. എന്നാൽ 84 ദിവസത്തെ വാലിഡിറ്റിയുള്ള വോയിസ് ഓൺലി പ്ലാൻ വരികയാണെങ്കിൽ ഇവർക്ക് വലിയൊരു തുക ലാഭിക്കാൻ സാധിക്കും. ആവശ്യമില്ലാത്ത ഡാറ്റയ്ക്കായി പണം നൽകുന്നത് ഇതിലൂടെ ഒഴിവാക്കാം. പ്രത്യേകിച്ച് ഫോൺ വിളിക്കാൻ മാത്രം മൊബൈൽ ഉപയോഗിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഇത്തരം പ്ലാനുകൾ വലിയ ആശ്വാസമാകും. പുതിയ നിയമം എപ്പോൾ നടപ്പിലാക്കണമെന്ന കാര്യത്തിൽ ട്രായ് ഉടൻ അന്തിമ തീരുമാനമെടുക്കും. ഇത് അംഗീകരിക്കപ്പെട്ടാൽ പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNL-ന് വിപണിയിൽ വലിയ മുന്നേറ്റമുണ്ടാകുവാൻ സാധിച്ചേക്കും. ലാഭവും ഉപഭോക്താക്കളുടെ താൽപര്യവും ഒരുപോലെ കൊണ്ടുപോകാൻ സ്വകാര്യ കമ്പനികൾ ഇനി നന്നായി പാടുപെടും. ഇന്ത്യയിലെ കുറഞ്ഞ നിരക്കിലുള്ള കോളിംഗ് സേവനങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നതാകും ഈ തീരുമാനം. അടുത്ത സാമ്പത്തിക പാദത്തിൽ നിങ്ങളുടെ മൊബൈൽ ആപ്പുകളിൽ പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ കർഷകരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഏറ്റവും പുതിയതും സുപ്രധാനവുമായ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ജൂൺ മാസം 20-ാം തീയതി ഈ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് കൃത്യം 3:45-ന് പശ്ചിമ ബംഗാളിൽ വെച്ച് നടക്കുന്ന ദേശീയ തലത്തിലുള്ള ചടങ്ങിൽ വെച്ചാണ് പദ്ധതിയുടെ ധനസഹായ വിതരണം ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നേരിട്ടുള്ള പണമിടപാട് പ്രക്രിയകളിലൊന്നായ ഇതിലൂടെ ഒരൊറ്റ ക്ലിക്കിൽ കോടിക്കണക്കിന് കർഷകരുടെ ആധാറുമായി ലിങ്ക് ചെയ്ത് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം നേരിട്ടെത്തും. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ അർഹരായ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് നേരിട്ട് തുക കൈമാറുന്ന ഈ ചരിത്ര നിമിഷം ശനിയാഴ്ച വൈകുന്നേരത്തോടെ രാജ്യത്തുടനീളമുള്ള കർഷക ഗ്രാമങ്ങളിൽ വലിയ സന്തോഷത്തിന് വഴിതുറക്കും. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് PM കിസാൻ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുന്ന 23-ാം ഗഡുവാണ്. മുൻപത്തെ 22 തവണകളായി 44,000 രൂപ ഇതിനോടകം തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിജയകരമായി കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ ബൃഹത് വിതരണത്തിലൂടെ കേരളത്തിലെ മാത്രം ഏകദേശം 27 ലക്ഷത്തോളം വരുന്ന മലയാളി കർഷക കുടുംബങ്ങളിലേക്കാണ് ഈ തുക നേരിട്ടെത്താൻ പോകുന്നത്. അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്റ്റർ വഴിയുള്ള കർഷക ID നിർബന്ധമാക്കുന്നതുമായി ബന്ധപ്പെട്ട് പലർക്കും ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിലും സാമ്പത്തിക കാരണങ്ങളാൽ ഇതുവരെ കർഷക ID എടുക്കാൻ സാധിക്കാത്തവർക്കും അപേക്ഷ നൽകിയിട്ടും അപ്രൂവൽ ആകാത്തവർക്കും ഇപ്രാവശ്യം ധനസഹായം തടസ്സമില്ലാതെ ലഭിക്കുമെന്നത് വലിയൊരു ആശ്വാസമാണ്. മുൻപ് ഇത് KYC പൂർത്തിയാക്കിയവർ അത് വീണ്ടും ചെയ്യേണ്ടതില്ലെന്നും ഒരു തവണ ചെയ്തതിനെ അടിസ്ഥാനമാക്കിയാണ് തുക അനുവദിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.
അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധനാ രീതികളിൽ കാലോചിതമായ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇനി മുതൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റിന്റെ ഭാഗമായി എടുക്കുമ്പോൾ വാഹനത്തിലെ റിയർ വ്യൂ ക്യാമറയോ അല്ലെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളോ ഉപയോഗിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. മുൻകാലങ്ങളിൽ സൈഡ് മിററുകളിലും സെന്റർ മിററിലും മാത്രം നോക്കി വണ്ടി ഓടിക്കണം എന്ന കർശന നിയമമായിരുന്നു നിലനിന്നിരുന്നത്. ടെസ്റ്റിനിടയിൽ ക്യാമറകളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞാൽ ഉദ്യോഗസ്ഥർ പരാജയപ്പെടുത്തുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വന്ന പരിഷ്കാരങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ ഇളവ് നടപ്പിലാക്കുന്നത്. നിലവിൽ വിപണിയിലിറങ്ങുന്ന ഭൂരിഭാഗം ആധുനിക കാറുകളിലും റിയർ വ്യൂ ക്യാമറകളും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും അടിസ്ഥാനമായി സൗകര്യമായി മാറിയ സാഹചര്യത്തിലാണ് പഴയ നിയമം മാറ്റിയെഴുതാൻ അധികൃതർ തയ്യാറായത്. സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച കാലത്ത് ഇത്തരം സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ഡ്രൈവിംഗ് കൂടുതൽ സുരക്ഷിതമാക്കാൻ സഹായിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിലയിരുത്തൽ. എങ്കിൽ പോലും ഈ നിയമത്തിന് പിന്നിൽ ചില കർശന നിബന്ധനകളും വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ടെസ്റ്റ് എഴുതുന്ന വ്യക്തി പൂർണ്ണമായും ഡിസ്പ്ലേ സ്ക്രീനിലോ ക്യാമറയിലോ മാത്രം നോക്കി പൂർത്തിയാക്കാൻ പാടുള്ളതല്ല. സൈഡ് മിറേഴ്സ് കൃത്യമായി നിരീക്ഷിക്കുകയും വാഹനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും കൈവിടാതെ സൂക്ഷിക്കുകയും വേണം. അതായത് പുതിയ സാങ്കേതിക വിദ്യയെ ഒരു സഹായമായി മാത്രമേ ഉപയോഗിക്കാവൂ. മറിച്ച് പരമ്പരാഗതമായ ഡ്രൈവിംഗ് രീതികളെ പാടെ അവഗണിക്കാൻ അനുവദിക്കില്ലെന്ന് ചുരുക്കം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വരുന്ന ജൂൺ 19 നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിൽ നിലവിലുള്ള ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. നിലവിൽ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 2000 രൂപയിൽ നിന്നും 2200 രൂപയായി പ്രതിമാസ പെൻഷൻ തുക ഉയർത്താനാണ് സർക്കാർ ഇപ്പോൾ ഗൗരവമായി ആലോചിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കാലത്ത് UDF മുന്നണി തങ്ങളുടെ പ്രകടന പത്രികയിലൂടെ ക്ഷേമ പെൻഷൻ തുക 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും പരിഗണിക്കുമ്പോൾ ഒറ്റയടിക്ക് പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുന്നത് പ്രായോഗികമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിനായി ഘട്ടം ഘട്ടമായുള്ള ഒരു വർധനവിനാണ് സർക്കാർ ഇപ്പോൾ രൂപരേഖ തയ്യാറാക്കുന്നത്. ഈ പുതിയ പദ്ധതി പ്രകാരം ആദ്യഘട്ടം എന്ന നിലയിലാണ് വരുന്ന ബജറ്റിൽ 200 രൂപയുടെ വർധനവ് വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് വരുന്ന ഓരോ വർഷങ്ങളിലും നിശ്ചിത തുക വീതം വർദ്ധിപ്പിച്ച് തങ്ങളുടെ 5 വർഷത്തെ ഭരണകാലയളവ് പൂർത്തിയാകുന്നതിന് മുൻപായി തന്നെ പ്രതിമാസ ക്ഷേമ പെൻഷൻ കൃത്യമായി 3000 രൂപയിൽ എത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ അന്തിമ ലക്ഷ്യം. ഒരേ സമയം സംസ്ഥാന ഖജനാവിന് അമിതഭാരമാകാത്ത രീതിയിലും അതേസമയം സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പൂർണ്ണമായി പാലിക്കാൻ സാധിക്കുന്ന രീതിയിലുമാണ് സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ ആശ്വാസം പകരുന്ന ഒന്നായിരിക്കും ബജറ്റിലെ ഈ പെൻഷൻ പരിഷ്കരണ പ്രഖ്യാപനം. ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം കൂടുതൽ സുതാര്യമാക്കുന്നതിനും അർഹരായവരിലേക്ക് മാത്രം തുക എത്തിക്കുന്നതിനുമായി ചില കർശന നിർദ്ദേശങ്ങളും അധികൃതർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നിലവിൽ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ തങ്ങൾ പുനർവിവാഹം കഴിച്ചിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഔദ്യോഗിക നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ തങ്ങളുടെ ആധാർ കാർഡിന്റെ പകർപ്പും നിർബന്ധമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ്. ജൂൺ മാസത്തിനുള്ളിൽ തന്നെ ഈ രേഖകൾ ഹാജരാക്കി തങ്ങളുടെ വിവരങ്ങൾ പുതുക്കാൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിക്കാത്തവരുടെ പെൻഷൻ വരും മാസങ്ങളിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ മുതൽ പൂർണ്ണമായും റദ്ദാക്കപ്പെടുന്നതായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവുമായി എത്തി സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് 2026 ജൂൺ 16 ചൊവ്വാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 13,875 രൂപയും പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നിങ്ങൾ വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. Please subscribe our channel.